എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് PSCയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആന്റണി രാജ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് IT-യുടെ ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്. IT-യുടെ ഭാഗത്ത് 2024 ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ IT-യുടെ ഭാഗത്ത് നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പല ചോദ്യ പേപ്പറുകളിൽ നിന്ന് മറ്റൊരു ചോദ്യ പേപ്പറിലേക്ക് ആവർത്തിക്കാറുണ്ട്, അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് IT-യുടെ ഭാഗത്ത് നിന്നുള്ളത്. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: PROM ന്റെ പൂർണ്ണ രൂപം എന്താണ്? ഓപ്ഷൻ എ പ്രോഗ്രാംഡ് റീഡ് ഓൺലി മെമ്മറി, ഓപ്ഷൻ ബി പ്രൈമർലി റീഡ് ഓൺലി മെമ്മറി, ഓപ്ഷൻ സി പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ഓപ്ഷൻ ഡി പ്രോഗ്രാം റീഡ് ഔട്ട്പുട്ട് മെമ്മറി. 4 ഓപ്ഷനുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിലേതാണ് ശരി ഉത്തരം? ഇവിടെ ശരി ഉത്തരം ഞാൻ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇവിടുത്തെ ശരി ഉത്തരം ഓപ്ഷൻ സി, അതായത് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നാണ്. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അപ്പോൾ നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് 5 ടോപ്പിക്കാണ് PSC പഠിക്കാൻ തന്നിരിക്കുന്നത്. 1 കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, 2 സോഫ്റ്റ്വെയറുകളെ കുറിച്ച്, 3 കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ കുറിച്ച്, 4 ഇന്റർനെറ്റിനെ കുറിച്ച്, 5 സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോ. ഇതാണ് PSCയിൽ IT-യുടെ സിലബസ്. 5 പ്രധാനപ്പെട്ട ടോപ്പിക്. ഇതിൽ ഒന്നാമത്തെ ടോപ്പിക്, അതായത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന ടോപ്പിക്, ഈ ഭാഗത്ത് നിന്നുള്ള 3 ടോപ്പിക്കാണ് PSC സിലബസ് പ്രകാരം തന്നിരിക്കുന്നത്. 1 ഇൻപുട്ട് ഡിവൈസസ്, 2 ഔട്ട്പുട്ട് ഡിവൈസസ്, 3 കമ്പ്യൂട്ടർ മെമ്മറി എന്ന ഭാഗം, കമ്പ്യൂട്ടർ മെമ്മറി. ഈ കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ് PROM എന്നതിൻ്റെ പൂർണ്ണ രൂപം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇൻപുട്ട് ഉപകരണങ്ങൾ പഠിക്കണം, ഔട്ട്പുട്ട് ഉപകരണങ്ങൾ പഠിക്കണം, അവയുടെ പ്രത്യേകതകൾ പഠിക്കണം, ഒക്കെ സിലബസ് പ്രകാരം പഠിക്കണം. എന്നാൽ കമ്പ്യൂട്ടർ മെമ്മറിയുടെ ഭാഗത്ത് നിന്നുള്ള ചോദ്യം, ഈ കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുമ്പോൾ പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് ശരിയാണ്. അതുകൂടാതെ നമുക്ക് പറയാൻ പറ്റും വോളറ്റൈൽ മെമ്മറി, അല്ലേ? വോളറ്റൈൽ മെമ്മറി. എന്താണ് വോളറ്റൈൽ മെമ്മറി? വൈദ്യുതി ബന്ധം നഷ്ടമാകുന്നതോടുകൂടി ഉള്ളടക്കം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള മെമ്മറിയെ നമ്മൾ എന്ത് വിളിക്കും? വോളറ്റൈൽ മെമ്മറി എന്ന് വിളിക്കും. അടുത്തത് എന്താ? നോൺ വോളറ്റൈൽ മെമ്മറി. നോൺ വോളറ്റൈൽ മെമ്മറി. എന്താണ് നോൺ വോളറ്റൈൽ മെമ്മറി? വൈദ്യുതി ബന്ധം നഷ്ടപ്പെട്ടാലും ഉള്ളടക്കം നഷ്ടപ്പെടാത്ത തരത്തിലുള്ള മെമ്മറി, അങ്ങനെ നോൺ വോളറ്റൈൽ മെമ്മറി എന്നൊക്കെ പറയാം. അപ്പോൾ വോളറ്റൈൽ മെമ്മറി എന്താണ്, നോൺ വോളറ്റൈൽ മെമ്മറി എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു തരം വോളറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് അവിടെ പറയാൻ പറ്റും റാം ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. റാൻഡം ആക്സസ് മെമ്മറി എന്ന റാം ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റും ക്യാഷെ മെമ്മറി ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. ക്യാഷെ മെമ്മറി ഒരു വോളറ്റൈൽ മെമ്മറി ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഒരു കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി ഏതാണെന്ന് ചോദിച്ചാൽ ഒരു കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറിയാണ് രജിസ്റ്ററുകൾ എന്ന് പറയും. രജിസ്റ്ററുകൾ ഓപ്ഷനിൽ തരാത്ത പക്ഷം അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ക്യാഷെ മെമ്മറിയാണ്. ഓക്കെ, അപ്പൊ വോളറ്റൈൽ മെമ്മറി ആയി. അടുത്തത് നോൺ വോളറ്റൈൽ മെമ്മറി. എന്താണ് നോൺ വോളറ്റൈൽ മെമ്മറി? അതായത് വൈദ്യുതി ബന്ധം നഷ്ടപ്പെട്ടാലും ഉള്ളടക്കം നഷ്ടപ്പെടത്തില്ല. നോൺ വോളറ്റൈൽ മെമ്മറി. അങ്ങനെ ഒരു നോൺ വോളറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണമാണ് ഏത്? റോം എന്ന് പറയുന്നത്. ഒരു നോൺ വോളറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണമാണ് റോം എന്ന് പറയുന്നത്. റീഡ് ഓൺലി മെമ്മറി. റോമിന്റെ പൂർണ്ണ രൂപം റീഡ് ഓൺലി മെമ്മറി എന്നാണ്. അപ്പൊ റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി, റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒരു കാര്യം പ്രത്യേകം ഞാൻ പറയുവാണ്, ശ്രദ്ധിച്ച് കേട്ടോണം. പ്രൈമറി മെമ്മറിക്ക് ഉദാഹരണം ഏത് എന്ന് ചോദിച്ചാൽ അവിടെ റാമും പറയാം, റോമും പറയാം, ക്യാഷെ മെമ്മറിയും പറയാം. ശ്രദ്ധിക്കൂ, പ്രൈമറി മെമ്മറിക്ക് ഉദാഹരണം എന്ന് ചോദിച്ചാൽ അവിടെ റാമും പറയാം, റോമും പറയാം, ക്യാഷെ മെമ്മറിയും പറയാം. എന്നാൽ വോളറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണം പറയാൻ പറഞ്ഞാൽ അവിടെ റാമും ക്യാഷെ മെമ്മറിയും പറയാം. നോൺ വോളറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണം പറയാൻ പറഞ്ഞാൽ അവിടെ നമുക്ക് റോം പറയാം. കൃത്യമായി സംഭവം മനസ്സിലാക്കിക്കോണം. ഓക്കെ, അപ്പം പ്രൈമറി മെമ്മറിക്ക് ഉദാഹരണമായി റാം, റോം, ക്യാഷെ മെമ്മറി. പിന്നെ ഇത് കൂടാതെ ഞാൻ പറഞ്ഞത് എന്താ? ഒരു കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറിയാണ് രജിസ്റ്ററുകൾ. രജിസ്റ്ററുകൾ ഓപ്ഷനിൽ തരാതെയും PSC ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഉത്തരം ഏതാണ്?
ക്യാഷെ മെമ്മറി ആണ്. ഓക്കെ, ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഈ റാം എന്ന് പറയുമ്പോൾ അവിടെ രണ്ടായി തിരിക്കുന്നുണ്ട്. ഒന്നാണ് എസ് റാം, മറ്റൊന്നാണ് ഡി റാം. എസ് റാം എന്നും ഡി റാം എന്നും രണ്ടായി തിരിക്കുന്നുണ്ട്. എസ് റാം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് റാം എന്നാണ്. ഡി റാം എന്ന് പറഞ്ഞാൽ ഡൈനാമിക് റാം എന്നാണ്. പരീക്ഷകളിൽ ഇതും ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ചോദ്യം വരാറുണ്ട്. എസ് റാം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് റാം, ഡി റാം എന്ന് പറഞ്ഞാൽ ഡൈനാമിക് റാം എന്നാണ്. രണ്ട് തരത്തിലുള്ള റാമുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ റാം ഓർത്തോണം, റാം ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. ഒരു വോളറ്റൈൽ മെമ്മറിയാണ് റാം കേട്ടോ. ഒരു കമ്പ്യൂട്ടറിന്റെ വർക്കിംഗ് സ്പേസ് എന്നറിയപ്പെടുന്നതും ഈ റാം തന്നെയാണ് കേട്ടോ. ഒരു കമ്പ്യൂട്ടറിന്റെ വർക്കിംഗ് സ്പേസ് എന്നറിയപ്പെടുന്നതും ഈ റാം തന്നെയാണ് കേട്ടോ. അപ്പം റാം ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. ഒരു കമ്പ്യൂട്ടറിന്റെ വർക്കിംഗ് സ്പേസ് ഏതാണെന്ന് ചോദിച്ചാലും റാം ആണ്. റാം രണ്ട് രീതിയിലാണ്, എസ് റാമും ഉണ്ട്, ഡി റാമും ഉണ്ട്. എസ് റാം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് റാം എന്നാണ്, ഡി റാം എന്ന് പറഞ്ഞാൽ ഡൈനാമിക് റാം എന്നുമാണ്. അപ്പൊ ഈ ഒരു ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇനി റോമിലേക്ക് വരട്ടെ. റോമിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് വരട്ടെ. അവിടെ എം റോം ഉണ്ട്, എം റോം. പിന്നെ പി റോം ഉണ്ട്, പി റോം. പിന്നെ ഇ പി റോം ഉണ്ട്, ഇ പി റോം. ഓക്കെ, പിന്നെ ഇ പി റോം ഉണ്ട്, ഇ പി റോം. ശ്രദ്ധിക്കൂ, റോമിന്റെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഒന്നാമത് പഠിച്ചത് എം റോം, പിന്നെ പി റോം, പിന്നെ ഇ പി റോം, പിന്നെ ഇ പി റോം. എന്താണ് എം റോം എന്നതിന്റെ പൂർണ്ണരൂപം? മാസ്ക്ഡ് റോം എന്നാണ്. മാസ്ക്ഡ് റോം, അതാണ് എം റോമിന്റെ പൂർണ്ണരൂപം, മാസ്ക്ഡ് റോം. പി റോം എന്ന് പറഞ്ഞാലോ പ്രോഗ്രാമബിൾ റോം, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. നോക്കിയേ, ഇതല്ലേ നമ്മുടെ ഇവിടുത്തെ ചോദ്യം. പി റോമിന്റെ പൂർണ്ണരൂപം പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്താ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായി പഠിപ്പിക്കുന്നതാണ്. അപ്പൊ അതായിരുന്നു അവിടുത്തെ ചോദ്യം, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അപ്പൊ എം റോം എന്ന് പറഞ്ഞാൽ മാസ്ക്ഡ് റീഡ് ഓൺലി മെമ്മറി, പി റോം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അടുത്ത ഇ പി റോം. ഇ പി റോം എന്ന് പറഞ്ഞാൽ ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നാണ്. ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, അതാണ് ഇ പി റോം, ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇ പി റോം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇലക്ട്രിക്കലി ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇതാണ് റോമിന്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ റോമിന്റെ ക്ലാസിഫിക്കേഷനിൽ ഒന്ന് ഏതാ? എം റോം. വാട്ട് ഈസ് എം റോം? മാസ്ക്ഡ് റോം അഥവാ മാസ്ക്ഡ് റീഡ് ഓൺലി മെമ്മറി. പി റോം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇ പി റോം എന്ന് പറഞ്ഞാൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇ പി റോം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, ഞാൻ പറഞ്ഞു റോം എന്ന് പറഞ്ഞാൽ എന്താണ്? റോം ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. റോം ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. ഓക്കെ, റോമിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രോഗ്രാമുകളെ വിളിക്കുന്ന പേരെന്താണ്? റോമിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രോഗ്രാമുകളെ വിളിക്കുന്ന പേരാണ് ഫേംവെയർ. റോമിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രോഗ്രാമുകളെ വിളിക്കുന്ന പേരാണ് ഫേംവെയർ എന്നാണ് വിളിക്കുന്നത്, ഫേംവെയർ. ഈ ഫേംവെയറിന് ഒരു വിളിപ്പേരുണ്ട്. എന്താണ് ഫേംവെയറിന്റെ വിളിപ്പേര്? ഹാർഡ്വെയർ എന്നറിയപ്പെടുന്ന സോഫ്റ്റ്വെയർ ആണ് ഫേംവെയർ കേട്ടോ. ഹാർഡ്വെയർ എന്നറിയപ്പെടുന്ന സോഫ്റ്റ്വെയർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫേംവെയർ ആണ്. ഹാർഡ്വെയർ എന്നറിയപ്പെടുന്ന സോഫ്റ്റ്വെയർ ആണ് ഫേംവെയർ. അപ്പൊ ആ ഒരു ഭാഗം ക്ലിയർ അല്ലേ? ഇനി ബയോസ് പരീക്ഷയുടെ ചോദ്യമാണ്, ഒരു മുൻവർഷ ചോദ്യമാണ്. ബയോസ് എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? ബയോസ് എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? പഠിച്ചിരുന്നോണം, പരീക്ഷയ്ക്ക് ചോദിക്കും, ശ്രദ്ധിച്ചോളൂ. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ബയോസിന്റെ പൂർണ്ണരൂപമാണ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, ബയോസിന്റെ പൂർണ്ണരൂപം ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. എന്താണ് ബയോസ് എന്ന് പറഞ്ഞാൽ? ബൂട്ടിങ്ങിന് സഹായിക്കുന്ന ഒരു കൂട്ടം നിർദ്ദേശങ്ങളാണ് ബയോസ്. ബൂട്ടിംഗ്, അങ്ങനെ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? ബൂട്ടിംഗ് എന്ന കാര്യം കേട്ടിട്ടുണ്ടല്ലോ, ബൂട്ടിംഗ്. കമ്പ്യൂട്ടർ പ്രവർത്തന സജ്ജമാകുന്ന പ്രക്രിയയാണ് ബൂട്ടിംഗ്. കമ്പ്യൂട്ടർ പ്രവർത്തന സജ്ജമാവുന്ന പ്രക്രിയയാണ് ബൂട്ടിംഗ്. അങ്ങനെ ഈ ബൂട്ടിങ്ങിന് സഹായിക്കുന്ന ഒരു കൂട്ടം നിർദ്ദേശങ്ങളെയാണ് ബയോസ് എന്ന് വിളിക്കും. ബയോസ് എന്താ? ബയോസിന്റെ പൂർണ്ണരൂപം ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അപ്പൊ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ?
അപ്പൊ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പൊ മൂന്ന് തരം റാം, റോം, ക്യാഷെ മെമ്മറി. റാം, റോം, ക്യാഷെ മെമ്മറി. പിന്നെ രജിസ്റ്റേഴ്സ്. ഓക്കെ, ചോദിക്കുന്നു ഫൈൻഡ് ദ ഓർഡർഡ് വൺ ഔട്ട്. ഒറ്റയാൻ ഏത് എന്നൊരു ചോദ്യം വരുന്നു. ഒറ്റയാൻ ഏത്? ഇവിടെ നോക്കിയേ, റാം, ക്യാഷെ മെമ്മറി, രജിസ്റ്റേഴ്സ്, ഇതൊക്കെ നമുക്ക് വോളറ്റൈൽ ആണെന്ന് പറയാം. അപ്പം നോൺ വോളറ്റൈൽ ആയിട്ട് ഏത് മാത്രമേ ഉള്ളൂ? റോം ആണ് ഇതിനകത്തുള്ളത്. ക്ലിയർ അല്ലേ? റോം ഒരു നോൺ വോളറ്റൈൽ ആണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അപ്പം റാമും ക്യാഷെ മെമ്മറിയും രജിസ്റ്ററുകളും എന്താണ്? വോളറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി രജിസ്റ്ററുകളാണ്. അപ്പോൾ അത് പഠിച്ചല്ലോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നിങ്ങൾക്കറിയാം ചാൾസ് ബാബേജ് അല്ലേ? ചാൾസ് ബാബേജ് ആരാണ്? അദ്ദേഹം കമ്പ്യൂട്ടറിന്റെ പിതാവ്. ചാൾസ് ബാബേജ് ആണ്. ഈ ചാൾസ് ബാബേജിന്റെ ആത്മകഥ എന്താണെന്നറിയോ? ഈ ചാൾസ് ബാബേജിന്റെ ആത്മകഥയുടെ പേര് എ പാസേജ് ഫ്രം ദ ലൈഫ് ഓഫ് എ ഫിലോസഫർ. കേട്ടോ, എ പാസേജ് ഫ്രം ദ ലൈഫ് ഓഫ് എ ഫിലോസഫർ. ഇതാണ് ചാൾസ് ബാബേജിന്റെ ആത്മകഥ. ഇങ്ങനെ ഓർക്കൂ, എ പാസേജ് എന്ന് ഓർക്കൂ. എ പാസേജ് ഫ്രം ദ ലൈഫ് ഓഫ് എ ഫിലോസഫർ. എ പാസേജ് ഫ്രം ദ ലൈഫ് ഓഫ് എ ഫിലോസഫർ. കിട്ടിയോ? എ പാസേജ് ഫ്രം ദ ലൈഫ് ഓഫ് എ ഫിലോസഫർ. ആരുടെ ആത്മകഥ? ചാൾസ് ബാബേജിന്റെ ആത്മകഥ. ആരാണ് ചാൾസ് ബാബേജ്? കമ്പ്യൂട്ടറിന്റെ പിതാവ് അല്ലേ? കമ്പ്യൂട്ടറിന്റെ പിതാവ് ചാൾസ് ബാബേജ്. ശ്രദ്ധിക്കണേ, കമ്പ്യൂട്ടറിന്റെ പിതാവ് ചാൾസ് ബാബേജ് ആണ്. പക്ഷേ കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് ചാൾസ് ബാബേജ് അല്ല. കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവിന്റെ പേര് അലൻ ട്യൂറിംഗ് എന്നാണ്. കേട്ടോ, കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് അലൻ ട്യൂറിംഗ് എന്നാണ്. കമ്പ്യൂട്ടർ സയൻസിൽ നൽകുന്ന ഒരു പുരസ്കാരമാണ് ട്യൂറിംഗ് പുരസ്കാരം. ട്യൂറിംഗ് അവാർഡ്. എന്താണ് ട്യൂറിംഗ് അവാർഡിന്റെ പ്രത്യേകത? കമ്പ്യൂട്ടർ സയൻസിലെ നോബേൽ എന്നറിയപ്പെടുന്നത് ട്യൂറിംഗ് പുരസ്കാരമാണ്. അപ്പൊ കമ്പ്യൂട്ടർ സയൻസിലെ നോബേൽ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏത്? ട്യൂറിംഗ് പുരസ്കാരം. ആരാണ്? അലൻ ട്യൂറിംഗ്. കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവാണ് അലൻ ട്യൂറിംഗ്. അപ്പൊ കമ്പ്യൂട്ടറിന്റെ പിതാവ് അത് ചാൾസ് ബാബേജ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥ എ പാസേജ് ഫ്രം ദ ലൈഫ് ഓഫ് എ ഫിലോസഫർ എന്നാണ്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചില്ലേ? എന്നാൽ IT-യുടെ പിതാവ് ആര് എന്നായിരുന്നു ചോദ്യമെങ്കിലോ? IT, ഇൻഫർമേഷൻ ടെക്നോളജി, IT-യുടെ പിതാവ് ക്ലോഡ് ഷാനോൻ എന്നാണ് പേര്. ക്ലോഡ് ഷാനോൻ. എന്നാൽ ഇന്ത്യൻ IT എന്നായിരുന്നു ചോദ്യമെങ്കിൽ, ഇന്ത്യൻ IT-യുടെ പിതാവിന്റെ പേര് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ്, കൊല്ലപ്പെട്ട മുൻ പ്രധാനമന്ത്രിയാണ്. പേര് രാജീവ് ഗാന്ധി. ഇന്ത്യൻ IT-യുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഉത്തരം ഏതാണ്? രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിയുടെ പേരിൽ ഇന്ത്യയിൽ വിമാനത്താവളമൊക്കെ ഉണ്ട്. രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഹൈടെക് സിറ്റി ഏത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഹൈടെക് സിറ്റി ഹൈദരാബാദ് ആണ്. ഹൈടെക് സിറ്റി ഹൈദരാബാദ്, രാജീവ് ഗാന്ധി വിമാനത്താവളം ഹൈദരാബാദ്. ഹൈടെക് സിറ്റി ഹൈദരാബാദ്, രാജീവ് ഗാന്ധി വിമാനത്താവളം ഹൈദരാബാദ്. ഇന്ത്യൻ IT-യുടെ പിതാവിന്റെ പേര് രാജീവ് ഗാന്ധി. അപ്പൊ IT-യുടെ പിതാവായി, ഇന്ത്യൻ IT-യുടെ പിതാവായി, കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവായി, കമ്പ്യൂട്ടറിന്റെ പിതാവായി, ചാൾസ് ബാബേജിന്റെ ആത്മകഥയായി, അപ്പം വോളറ്റൈൽ മെമ്മറിയായി, നോൺ വോളറ്റൈൽ മെമ്മറിയായി, ഏറ്റവും വേഗതയുള്ള മെമ്മറിയായി, റോമിന്റെ ക്ലാസിഫിക്കേഷനായി, റാമിന്റെയും ക്ലാസിഫിക്കേഷനായി. അപ്പം ഈ ഒരു ചെറിയ ഒരു സെഷനിൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. IT-യുടെ ഭാഗത്ത് നിന്നുള്ള ഇത്തരം ചോദ്യങ്ങൾ ഇനിയും പരീക്ഷയ്ക്ക് ആവർത്തിക്കപ്പെടാം. അതുകൊണ്ട് തന്നെ നമ്മൾ തയ്യാറായിരിക്കുക തന്നെ വേണം. അപ്പം ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. ബൈ.